ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് എസ് രാജമൗലിയുടെ വാരണാസി മൂവിയുടെ ട്രെയിലറിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് പോകാം. ഐസ് ഷെൽഫ്, അന്റാർട്ടിക്ക. ആഫ്രിക്ക. ഉഗ്രാബത്തി കേവ്. ഇപ്പോൾ ഗ്ലോബ് ട്രോട്ടർ എന്ന നമ്മുടെ എസ് രാജമൗലിയുടെ വാരണാസി, അതാണ് ആദ്യം. ഗ്ലോബ് ട്രോട്ടർ എന്ന പേരാണ്, അതായത് എക്സ്പ്ലോറേഷനാണ്, എക്സ്പ്ലോറിങ്, അതായത് പുതിയ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അതിനുള്ളത്. ടൈം ട്രാവലിംഗ് ആണ് ബേസിക്കലി ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. പല കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് അതിൻ്റെ ദൃശ്യാവിഷ്കാരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ AI യൂസ് വളരെയധികം ചെയ്തിട്ടുണ്ട് ഇതിൽ. അതാണ് ഒരു ബാക്ക് ഫയർ ആയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ഹൈപ്പിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ചില സീക്വൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ പല കാലഘട്ടങ്ങൾ അവർ കാണിക്കുകയാണ് ഇതിൽ. ആക്ച്വലി ഈ ഒരു ഗ്ലോബ് ട്രോട്ടർ എന്ന് പറഞ്ഞ പേര് ഒരു ഇൻസ്പയർ ആകാൻ കാരണം ഈ ആഫ്രിക്കൻ അഡ്വഞ്ചർ ഒരു മൂവീസുമായിട്ട് ബന്ധപ്പെട്ട അവിടെ നിന്ന് ഇൻസ്പയർ ആയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഒരു 1200 crore പ്രോജക്റ്റാണിത്. അപ്പോൾ ഇത് എങ്ങനെയാവും നമുക്കറിയില്ല, നമുക്ക് നോക്കാം.
നല്ലൊരു വിഷ്വൽ എഫക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാത്തില്ല. മന്ദാകിനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രിയങ്ക ചോപ്ര വരുന്നത്. ഇപ്പം ചിലർ പറയുന്നത് ഇപ്പം അത് ആ വീഴുന്ന ഒരു ക്യാരക്ടറല്ലേ, ആ സാരി കൊടുത്തിരിക്കുന്നത് അത് പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടറായിരിക്കും എന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക് എന്താവുമെന്ന്. പിന്നെ പൃഥ്വിരാജ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിട്ടാണ് അതിൽ വരുന്നത്. പുള്ളിയുടെ പേര് കുംഭ എന്ന ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ മഹേഷ് ബാബു, അദ്ദേഹത്തിൻ്റെ പേര് രുദ്ര എന്നാണ് ഈ മൂവിയിൽ. ഓക്കെ, നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ബാഹുബലി, അതുപോലെ മഗധീര, അതുപോലെ ഈ ബജരംഗി ഭായ്ജാൻ, ഇതിലൊക്കെ എഴുതിയിട്ടുള്ളൊരു റൈറ്ററും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ. അദ്ദേഹം കൂടെ ഇതിൽ എഴുതിയിട്ടുണ്ട്. രാജമൗലി മാത്രമല്ല, ഈ 2 റൈറ്റേഴ്സാണ് ഈ മൂവിക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. ഇതൊരു നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കാണുമെന്ന് വിചാരിക്കാം. പക്ഷേ എയുടെ ഒരു സാധ്യതയാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പോയിരിക്കുന്നത്. പല കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇവർ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ടൈം ട്രാവലിംഗ് കൺഫേം. ഈ ഒരു സീക്വൻസാണ് കുറച്ച് ക്രിഞ്ചായിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് ഒരു കൂടുതൽ AI യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരൊറ്റ ഷോട്ടിലാണ് മെയിനായിട്ട്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മാത്രം കുറച്ച് നമുക്കൊരു ആളുകൾക്കൊരു വിഷ്വലി അവരൊരു വിശ്വാസത്തിലെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സീക്വൻസ് ആയിട്ടാണ് തോന്നുന്നത് ഇത്. ആളുകൾക്ക് കുറേയൊക്കെ ആളുകൾ ഇംഗ്ലീഷ് മൂവീസ് കൂടുതൽ കാണുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇത് കൂടുതൽ അക്സെപ്റ്റൻസ് വരണമെന്നില്ല. ഓക്കെ, പക്ഷേ ഒരുപക്ഷെ തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആകാൻ സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ഒരു മൂവി സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടമാണ്. പിന്നെ എയുടെ യൂസേജ് കൂടുതലാണ്, അതാണ് ഇപ്പം ബാക്ക് ഫെയർ ആയിട്ട് നിലവിൽ നിൽക്കുന്നത് കാര്യം. പിന്നെ ഇതിലെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വിജയേന്ദ്ര പ്രസാദ്, അദ്ദേഹവും കൂടെയാണ് ഈ രാജമൗലിയുടെ 2 റൈറ്റേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. രാജമൗലി മാത്രമല്ല, വിജയേന്ദ്ര പ്രസാദ് കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകളാണ് RRR, ഈഗ, അതുപോലെ ബജരംഗി ഭായ്ജാൻ. ഇതിലൊക്കെ റൈറ്റർ ആയിട്ടുള്ള ആളാണ് ഈ വിജയേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു 2 പേരും കൂടെ എഴുതിയെന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് പറയത്തില്ല എങ്ങനെയാവും മൂവി എന്ന്. ബോംബാകാനും സാധ്യതയുണ്ട്, ആകാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇനി ഇതുപോലുള്ള മൂവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിലേഴ്സ് കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടി സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. നമ്മളത് റിയാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.